right, here we go. The Komban of the Komban is here. We are gonna introduce MRZ Rambo. ഇതാരാണ് ഇതിന്റെ ഇടക്ക് കൈ കിട്ടും മൂനിക്കല് മൂഞ്ചിക്കല് ഈ മതത്തിൽ അതിന്റെ മക്കളെ കൈ കിട്ടും. എന്താ ഏതേലും പരിപാടിക്ക് MRZ തൊപ്പി നായിന്റെ മക്കളെ കൈ കിട്ടും. അന്ന് മലപ്പുറം എന്താണെന്ന് തൊപ്പിയും മൈരനും സോഡാ കുപ്പി മൈരനും അറിയും. അൻഷിഫ് മോനിക്കല് ഇത് ഷാജഹാന്റെ കൂടെയുള്ള മറ്റവനല്ല അറാമ്പറപ്പ് പിടിച്ച ആ കുണ്ണ അവനല്ലേ ഇത്? എടാ എനിക്ക് ഇവനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ഇവന്മാരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പല കാര്യവും പറയാനുള്ള അനുവാദം എനിക്കില്ലായിരുന്നു. മനസ്സിലായ? ഇത് എനിക്ക് സംസാരിക്കണോട്ടോ, ഇതെനിക്ക് സംസാരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ പറ. സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇത് വിട്ട് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ട് കളയാം. മനസ്സിലായ? എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. റാംബോ എന്ന് പറഞ്ഞ ഇഷ്ടം നമ്മളെന്നാലും വെല്ലുവിളിച്ചു. ഡോറ് തുറന്ന് വെച്ചിക്കാന്ന് പറഞ്ഞേ. അവിടെ എന്നിട്ട് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് ഈ അൻഷിഫ് എന്ന് പറയണതുണ്ടല്ല, അവനെ ഞാൻ അന്നേ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കുറെ ചീത്ത വിളിച്ച മറ്റേ PST ഗ്യാങ് എന്ന് പറഞ്ഞ അപരാധിച്ച ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ അവിടെ, ഒരു അപരാധിച്ച ഗ്യാങ്. ആ ലൈവിൽ വന്നിരുന്ന ഈ അലവരാതി എന്നെ കുറിച്ച് അത്ര ഇത് പറഞ്ഞു. എന്നെ ഏതെങ്കിലും പരിപാടിക്ക് MRZ തൊപ്പി നായിന്റെ മക്കളെ കൈ കിട്ടും. അന്ന് മലപ്പുറം എന്താണ്? നീ മലപ്പുറമായിട്ട് ഒരു ബന്ധമല്ല നായ. നീ മലപ്പുറമായിട്ട് എന്ത് ബന്ധം? നമ്മൾ മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച വന്നുള്ള ഇനാഗ്രേഷന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ നമ്മളിപ്പോ പറഞ്ഞ സ്ഥലം മലപ്പുറമാണ്. മനസ്സിലായ? അവിടെ വന്നിട്ട് എന്റെ ഏറ്റവും കൂടുതൽ സ്നേഹവും കാര്യങ്ങളും നമുക്ക് കിട്ടണത് എറണാകുളത്തേക്ക് വണ്ടി എടുത്ത് നീയൊക്കെ ഇവിടെ വന്ന് റീച്ച് മൂഞ്ചാൻ വന്നത്. മനസ്സിലായ? ഈ വീട്ടിന്റെ മുറ്റത്ത് നീയൊക്കെ റീച്ച് മൂഞ്ചാൻ വന്ന, അല്ലാതെ നിനക്കൊക്കെ പ്രാന്ത. നമുക്കൊക്കെ പ്രാന്താണോ? നമ്മൾ വന്ന് അവിടെ റീച്ച് മൂഞ്ചി അടുത്ത ദിവസം PST എന്നും പറഞ്ഞ ഒരു ഊമ്പിയ ഒരു ഇതങ്ങ് ഉണ്ടാക്കി, ഒരു ഗ്യാങ് ഫോം ചെയ്ത്. ഇതാണ് അപ്പൊ തുടക്കം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, റാംബോക്ക് ആ തുടക്കത്തിൽ ഒരു സാധനം കിട്ടാൻ വേണ്ടി ഈ സാധനത്തിന് ഏറ്റുപിടിച്ചൊരു ഫീലിംഗ് എനിക്കുണ്ട്. പിന്നെ റാംബോന്റെ അകത്തുള്ള ഫ്രസ്ട്രേഷൻ. തൊപ്പിയാണ് റാംബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓബിയസ്ലി തൊപ്പിയും ഷെമീറും ഒക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് തന്നെയാണ് എന്റെ ബലമായ ഒരു സംശയം. അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം റാംബോ അവിടെ കിടന്ന് ഈ പറഞ്ഞ ഷാജഹാന്റെ കാര്യം പറഞ്ഞ് മൂനിക്കെല്ലാം പറയുമ്പോഴൊക്കെ ബാക്കിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ സ്ക്രീനൊക്കെ ക്രോപ്പ് ചെയ്യാനൊക്കെ വന്നു പോകുന്നുണ്ട് ഇവരൊക്കെ. അപ്പൊ അവിടെ ഉണ്ട്. ഇവന്റെ ഫസ്റ്റ് ലൈവ് അവരെന്തായാലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ വിഷയം എടുത്തു വെച്ച് റാംബോ സംസാരിക്കുമ്പോൾ ഓൾറെഡി തൊപ്പീൻ്റെ ലൈവിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ കൂട്ടമായിട്ട് ഇവരിത് ഡ്രോപ്പ് ചെയ്തൊരു വിഷയമാണ്. രണ്ടാമത് എടുത്തു വെച്ച് കൊണ്ടുവരുമ്പോൾ തൊപ്പി ശരിക്കും എന്താ വേണ്ടിയിരുന്നു? ഇത് റിയാക്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതൊന്ന് സെറ്റിലാക്കി വിടേണ്ട ഒരു ഐറ്റം